Friends, welcome back to my channel NS2 Tech. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ നടക്കുമ്പോൾ കുട്ടികൾ വേറെ ആപ്ലിക്കേഷനൊക്കെ എടുത്ത് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പഠിക്കുന്ന സമയങ്ങളിൽ തന്നെ വേറെ ആപ്ലിക്കേഷനൊക്കെ എടുക്കും. നമ്മൾ പഠിക്കുന്ന ആവശ്യങ്ങൾക്കല്ലാത്ത ആപ്ലിക്കേഷൻ എടുത്തിട്ട് അവർ കളിക്കും. അപ്പോൾ നമ്മൾ വരുമ്പോൾ പിന്നെ ഈ ആപ്ലിക്കേഷൻ എടുത്ത് ഉപയോഗിക്കും. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഓൺലൈൻ ക്ലാസ് സമയങ്ങളിൽ പാരൻസിന് തന്നെ കുട്ടികളുടെ മൊബൈൽ ഫോണിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനും ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. നിങ്ങൾ അപ്പോൾ വിചാരിക്കും ആപ്ലിക്കേഷൻ അത് കുട്ടികളെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുമെന്ന്. ഒരിക്കലും പറ്റില്ല. നമ്മൾ പാരൻസ് വിചാരിച്ചാൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പാരൻസിനായിരിക്കും കൂടുതലായിട്ട് യൂസ്ഫുൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതിനു മുമ്പ് നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓളൊന്നും ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രം ഞാൻ പുതിയ ടെക്നോളജി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നിങ്ങൾ പാരൻസിൻ്റെ പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം നമ്മൾ ഫാമിലി എന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിൾ ഫാമിലി ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം നെക്സ്റ്റ് താഴേക്ക് ആക്കി കഴിഞ്ഞാൽ ഗസ്റ്റ് സ്റ്റാർട്ട് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഏതാണോ ജിമെയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജിമെയിൽ ഏതാണോ ആ ജിമെയിൽ നമ്മളവിടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമുക്കവിടെ കുറേ ജിമെയിൽ ഉണ്ടാകും. ഒരു ജിമെയിൽ ഉള്ളവരാണെങ്കിൽ ഒരു ജിമെയിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ദ ചൈൽഡ് എന്ന്. നമ്മൾ എന്നിട്ട് അവിടെ പാരൻറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. എന്നിട്ട് അതിൽ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കൂടി കാണാൻ സാധിക്കും. എന്നിട്ട് നമ്മളവിടെ യെസ് കൊടുക്കേണ്ടതാണ്. നമ്മളതൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം അവിടെ യെസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളവിടെ യെസ് കൊടുക്കുക. പിന്നെ വീണ്ടും നമുക്ക് വരുന്നതായിരിക്കും. പിന്നെ അവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്കവിടെ കാണാൻ സാധിക്കും നീഡ്സ് ടു ഹെൽപ്പ് എന്നൊക്കെ കാണാൻ സാധിക്കും. എന്നിട്ട് അവിടെ കാണുന്ന കോഡ് എടുത്തതിന് ശേഷം നമ്മൾ കുട്ടിയുടെ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നമുക്ക് ഫാമിലി ലിങ്ക് ഫോർ ചിൽഡ്രൻ എന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓൺ ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. എന്നിട്ട് അവിടെ കാണാൻ സാധിക്കും ദിസ് ഡെവിസ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിലവിൽ അവർ ഉപയോഗിക്കുന്ന ജിമെയിൽ ഏതാണെന്ന് നമ്മളവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മളത് ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ. നമ്മൾ എന്നിട്ട് അവിടെ നെക്സ്റ്റ് കൊടുക്കേണ്ടതാണ്. നമ്മളതൊക്കെ വായിച്ച് നോക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വേറെ അക്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആക്കി കളയാനുള്ള ഓപ്ഷനാണ് അത്. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ മൊബൈൽ ഫോണൊക്കെ അവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഏതാണ് മൊബൈൽ ഫോൺ എന്ന് നമുക്ക് അവിടെ കാണാവുന്നതാണ്. എന്നിട്ട് അവിടെ കൊടുത്തതിന് ശേഷം നമ്മളെ പാരൻറ്റിൻ്റെ മൊബൈൽ ഫോണിലുള്ള ആ കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പാരൻറ്റിൻ്റെ മൊബൈൽ ഫോണിലുള്ള കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ പാരൻസ് എന്നൊരു ഇതുണ്ട്. എന്നിട്ട് നമ്മളവിടെ ഒരു പേര് കൊടുക്കണം. പേരോ എന്തെങ്കിലുമൊക്കെ അത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും അവിടുത്തെ ഡെവീസ് ഇതൊക്കെ വന്നതായിട്ട് ജോയിൻ യുവർ പാരൻസ് ഫാമിലി ഗ്രൂപ്പ് എന്നൊക്കെ കാണാൻ സാധിക്കും. എന്നിട്ട് അതൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ വായിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ മോർ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ പെർമിഷൻ ആഡ് ചെയ്യാനുണ്ടാവും. പെർമിഷനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആക്റ്റീവ് ദിസ് ഡെവിസ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ എന്നിട്ട് അതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ആക്റ്റീവ് ദിസ് ഡെവിസ് എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നമുക്ക് ഓരോ പെർമിഷനൊക്കെ വരുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ ആലോചിച്ച് നെക്സ്റ്റ് അടിച്ചൊക്കെ പോവുക. ഇനി നമുക്ക് വീണ്ടും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിക്കുക. എന്നാൽ പിന്നെ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പേര് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതിന് ഇതൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. കണ്ടോ, നമുക്ക് അവിടെ ആപ്ലിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ആപ്ലിക്കേഷനൊക്കെ നമുക്കിത് എനേബിൾ ചെയ്ത് ഓഫാക്കിയൊക്കെ വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. കണ്ടോ, ഏതൊക്കെ ആപ്ലിക്കേഷൻ നമ്മൾ നിയന്ത്രിക്കണം എന്നൊക്കെയുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ അത് ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ നമുക്ക് ഇതാക്കാം. അങ്ങനത്തെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. യുവർ ഡേവിസ് കണക്റ്റഡ് എന്ന് കാണാൻ സാധിക്കും. ഇനി നമ്മളവിടെ ഡണ്ണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്ലീസ് വെയിറ്റ് എന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് നമ്മളൊന്ന് കറങ്ങി വന്നതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ പാരൻസിൻ്റെ ഇതിലേക്ക് പോവുക. എന്നിട്ട് നമ്മളവിടെ യെസ് എന്നൊരു സംഭവം കാണാൻ സാധിക്കും. ഇനി നമ്മളത് വായിച്ച് നോക്കിയതിന് ശേഷം ലിങ്ക് കണക്റ്റ് ആയോ എന്നാണ് കാണാൻ സാധിക്കുന്നത്. അക്കൗണ്ട് യെസ് കൊടുക്കുക. ഇനി താഴെ യൂസ് ഡിഫോൾട്ട് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളവിടെ നെക്സ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ എന്നിട്ട് അവിടെ നെക്സ്റ്റ് കൊടുക്കുക. അവിടെ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ നമ്മളുടെ ഇതെല്ലാം കണ്ടിന്യൂ ആയതായിരിക്കും. കണക്റ്റായി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ കണക്റ്റായ സംഭവം നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾ പാരൻസിൻ്റെ അക്കൗണ്ടിലേക്ക് പോകുക. എന്നിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഏത് കണക്റ്റ് ആക്കിയിട്ടുള്ള ഏത് കുട്ടിയുടെ ആണെന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് ആ കുട്ടിയുടെ നമുക്ക്
അവിടെ കാണാൻ സാധിക്കുന്നത് പ്രൊഫൈൽ. എന്നിട്ട് നമ്മൾ അതെടുത്ത് നോക്കുക. അതെടുത്ത് നോക്കിയതിന് ശേഷം നമുക്ക് എത്ര മിനിറ്റ് ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. 30 മിനിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്കിവിടെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൽ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാലുള്ള ഇതൊക്കെ ഉണ്ട്, സൊല്യൂഷനൊക്കെ ഉണ്ട്. മോറൊക്കെ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ യൂട്യൂബ് ഇതായിട്ടുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അലോ ഡെവിസ് എന്നൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അലോ ഒള്ളി എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും നിങ്ങൾ ഇത് എനേബിൾ ചെയ്ത് വെക്കണം. നിങ്ങൾ അവരുടെ മൊബൈൽ ഫോൺ ഫുള്ളും നമ്മൾ നിയന്ത്രിക്കണം. എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ നിയന്ത്രിക്കണം. വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണം. അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇത്. അതിനുശേഷം നമുക്ക് മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എത്ര ടൈം നമ്മളുടെ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആപ്ലിക്കേഷൻ ആ മൊബൈൽ ഫോണിൽ എത്ര സമയം ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മളിവിടെ നോക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, കണ്ടോ, ഡെവിസ് ഇതൊക്കെ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനിൽ വേണമെങ്കിൽ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്ര ടൈമിൽ ഇത്ര സംഭവം ഉപയോഗിച്ചാൽ മതി, ഇന്ന ഫോൺ ഉപയോഗിച്ചാൽ മതി, ഇന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ മതി, ഇന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചാൽ മതി എന്നൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ആ ലൊക്കേഷൻ്റെ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ലൊക്കേഷൻ്റെ അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൊബൈൽ ഫോൺ എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അത് ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും അൺലോക്ക്ഡ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ എന്നിട്ട് ആ അൺലോക്കിൻ്റെ അവിടെ നിന്ന് ലോക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ മറ്റേ മൊബൈൽ ഫോൺ നമ്മൾ കണക്റ്റ് ആക്കിയ മൊബൈൽ ഫോൺ ഫുള്ള് ലോക്കായിരിക്കും. പിന്നെ അത് ഉപയോഗിക്കാൻ വരെ പറ്റില്ല. നമ്മളിവിടെ അൺലോക്ക് ആക്കിയാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഫീച്ചറും കൂടി ഇതിലുണ്ട്. എന്തായാലും അടിപൊളി ഫീച്ചറും കൂടിയാണ് ഇതിലുള്ളത്. നമുക്ക് കുട്ടികളെ നിയന്ത്രിച്ച് വെക്കാനുള്ള കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. ഞാനിപ്പോൾ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പോലെ കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മേലേക്ക് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷനിൽ നമുക്ക് ഇന്ന ഷെഡ്യൂൾ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ലിമിറ്റ്, ടൈം ലിമിറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ടൈം ലിമിറ്റ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഞാൻ 3 മണിക്കൂർ വെക്കുകയാണ്. ഇത് 3 മണിക്കൂർ വെച്ചു. ഇനി നമുക്ക് ആ മൊബൈൽ ഫോൺ 3 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ആപ്ലിക്കേഷൻ 3 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ രാത്രിയിൽ എത്ര ടൈം ഉപയോഗിക്കണം എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ രാത്രിയിൽ എത്ര ടൈം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഞാൻ ആ രാത്രീൻ്റെ ആ സംഭവം കൊടുത്തു. നൈറ്റ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രാത്രി 7 മണി തൊട്ട് രാവിലെ 8 മണി വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് കൊടുക്കുക. അല്ലെങ്കിൽ 9 മണി തൊട്ട് എന്നൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടൈം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ടൈം സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഫോൺ ലോക്കാവുന്നതായിട്ട്. പിന്നെ നമുക്ക് ആ ടൈം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ആ ഫോൺ തന്നാലെ ലോക്കാവുന്നതായിരിക്കും. പിന്നെ നമ്മളിവിടെ ടൈം മാറ്റി കൊടുത്താൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഇതൊക്കെ ഉണ്ട്, കുറേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, നമുക്കിവിടെ കാണാൻ സാധിക്കും സി ഓപ്ഷൻ എന്നൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് അറിയുന്നതായിരിക്കും. പിന്നെ ഇവിടെ ആപ്ലിക്കേഷനിൻ്റെ കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ വാട്സപ്പ് ഉദാഹരണം പറയുകയാണെങ്കിൽ വാട്സപ്പ് അവർ എത്ര ടൈം ഉപയോഗിക്കണം, ഇപ്പോൾ 30 മിനിറ്റാണോ അല്ലെങ്കിൽ എത്ര മിനിറ്റാണോ ഉപയോഗിക്കണം എന്നൊക്കെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ വാട്സപ്പ് അവർ 1 മണിക്കൂർ ഉപയോഗിച്ചാൽ മതി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ 1 മണിക്കൂർ അവർ സെറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ 40 മിനിറ്റ് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കണം. പിന്നെ ഇനിയിപ്പോൾ യൂട്യൂബോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനോ അതൊക്കെ നിങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓക്കെ ആയിട്ട് കൊടുക്കണം. ഓക്കെ കൊടുത്തതിന് ശേഷം അവർ അത് ഉപയോഗിക്കുന്ന അത്ര ടൈം, നമ്മൾ എത്ര ടൈമാണ് കൊടുത്തത് അത്ര ടൈം അവർ ഉപയോഗിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ വേറെ എന്താ ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ മൊബൈൽ ഫോൺ അടക്കം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. അപ്പോൾ നമ്മളെ കുട്ടികളൊന്നും വഴിതെറ്റി പോകാതിരിക്കാനുള്ള സാഹചര്യം കൂടാനായിട്ടാണ് ഗൂഗിൾ ഈ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. ഒന്ന് ട്രൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു ഫ്രണ്ട്സിന് എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആകുമ്പോൾ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി കണ്ടു നോക്കുക, ഒന്നും കൂടി അടിച്ചിട്ട് കണ്ടു നോക്കുക. ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് ഒന്നും കൂടി നല്ലോണം മനസ്സിരുത്തി വാച്ച് ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള 2 ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ആപ്ലിക്കേഷൻ എന്തായാലും സുരക്ഷിതമാണ്. ഗൂഗിളിൻ്റെ തന്നെ ഏറ്റവും മികച്ച ആപ്ലിക്കേഷനാണ് ഈ 2 അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ എന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ല, മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ.